ഹലോ കുട്ടികളെ, ഇന്ന് നമുക്ക് കുറുക്കന്റെയും കോഴിയുടെയും കഥ കേട്ടാലോ? അപ്പോൾ കഥയുടെ പേരാണ് അത്യാഗ്രഹിയായ കുറുക്കച്ചൻ. വീഡിയോയിലോട്ടേക്ക് പോകാം. പണ്ട് പണ്ട് ഒരു ഗ്രാമത്തിൽ ഒരു സുന്ദരി കോഴി ഉണ്ടായിരുന്നു. അവൾ കുറേ മുട്ടയിട്ടു. ഇതേ സമയം ദൂരെ ഒരു കാട്ടിൽ 2 ദിവസമായി വല്ലതും കഴിച്ചിട്ട്. ഇങ്ങനെ പോയാൽ ഞാൻ പട്ടിണി കിടന്ന് ചാവുമല്ലോ ഭഗവാനെ. എന്തായാലും ഗ്രാമത്തിലോട്ട് ഇറങ്ങി നോക്കാം, വല്ലതും തടയുമോ എന്ന്. ഇന്നത്തെ കണി കൊള്ളാം, എന്തായാലും പൊളിച്ചു. ഞാൻ കുറെ കാലമായി കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന സൗണ്ടാണ് കേൾക്കുന്നത്. എന്തായാലും ഒന്ന് പോയി നോക്കിട്ട് വരാം, വല്ലതും തടയാതിരിക്കില്ല. മുട്ട വിരിയാൻ സുന്ദരി അടയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് കുറുക്കൻ അതുവഴി വന്നത്. അവൻ സുന്ദരിയുടെ അടുത്തെത്തി. എന്നിട്ട് അവളെ പിടിച്ചു നിന്നാൽ തക്കം നോക്കി ചാടി വീണു. എന്താ ചേട്ടാ, ചേട്ടന്റെ ഭാവം എന്നെ പിടിച്ചു തിന്നാനാണോ? അല്ലാതെ പിന്നെ, ഞാനിപ്പം നിന്നെ അകത്താക്കും. ചേട്ടാ, ഈ മുട്ടകൾ വിരിയുന്നവരെ ഒന്ന് ക്ഷമിച്ചുകൂടെ? എങ്കിൽ ഒരു 3-4 എണ്ണത്തിനെ തിന്നാം. അത്യാഗ്രഹിയായ കുറുക്കൻ ചിന്തിച്ചു, ഈ കോഴി ഒരു പൊട്ടി തന്നെ. അത് ശരിയാണല്ലോ. മുട്ട വിരിഞ്ഞാൽ 3-4 എണ്ണത്തിനെ തിന്നാം. ഓളടിച്ചു. നല്ല ഉഗ്രൻ സദ്യ തന്നെ ആവും. ശരി ശരി, എന്നാൽ ഞാൻ ഒരാഴ്ച കഴിഞ്ഞു വരാം. അങ്ങനെ കുറുക്കൻ നടന്നകന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കുറുക്കൻ വീണ്ടും സുന്ദരിയെ കാണാനെത്തി. ഹോയ് സുന്ദരി, ഇങ്ങ് പുറത്തു വാ. നിന്റെ മുട്ടകളൊക്കെ വിരിഞ്ഞോ? ഓ, വിരിഞ്ഞല്ലോ. ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ ഉറക്കുവാണ്. നീ എന്താ പറഞ്ഞത്? കുഞ്ഞുങ്ങളെ ഉറക്കുമെന്നോ? നല്ല കഥ. ഞാൻ ഇപ്പൊ തന്നെ നിന്നെ അകത്താക്കും. പെട്ടെന്ന് ഇറങ്ങി വാ. എടോ മരമണ്ടൻ കുറുക്ക, ഞാനിപ്പോ കൂട്ടിനുള്ളിലാ ഉള്ളത്. നീ എങ്ങനെ എന്നെ പിടിക്കാനാണ്? ഞാനിപ്പോ ഒച്ച വെച്ചാലുണ്ടല്ലോ, നാട്ടുകാർ ഓടി വരും. പിന്നെ നിന്റെ കാര്യം പറയാനുണ്ടോ? അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഓടിക്കോ. അപ്പോഴാണ് അത്യാഗ്രഹിയായ കുറുക്കന് തന്റെ അബദ്ധം മനസ്സിലായത്. കുറുക്കൻ നാണിച്ച് തല താഴ്ത്തി ഓടി രക്ഷപ്പെട്ടു. അപ്പോ കൂട്ടുകാരെല്ലാവരും അത്യാഗ്രഹിയായ കുറുക്കന്റെ കഥ കേട്ടില്ലേ? കൂട്ടുകാരെ, ഈ കഥ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ കഥ ലൈക്ക് ചെയ്യുകയും ഈ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. വീണ്ടും ഒരു നല്ല കഥയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.